ഹലോ എവ്രി വൺ, സോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിത് ട്രാവലറൊക്കെ സെറ്റാക്കി നമ്മുടെ സ്വന്തം ലിസേൻ്റെക്ക് ബൈ ബൈ പറഞ്ഞ് ഫുൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പിന് പോകാട്ടോ. അതെ, ഫാമിലി ട്രിപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചാലക്കുടിയിൽ നിന്ന് ഓൾമോസ്റ്റ് 2 മണിക്കൂർ പോകുമ്പോൾ നമുക്ക് ആനയടിക്കുത്തുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ കിഡിലൻ വാട്ടർഫോൾ സ്പോട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നാട്ടിലേക്ക് വെക്കേഷന് പോകാൻ വെയിറ്റ് ചെയ്യുന്ന നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ ഇത്. നമ്മുടെ ഫുൾ ഫാമിലിയുടെ കൂടെ നമ്മുടെ പപ്പമാരും മമ്മിമാരും എല്ലാവരും കൂടിയിട്ട് അനിയത്തിയും ഒക്കെ ഒത്ത് ഇങ്ങനെ ഒരു ഹാപ്പി ട്രിപ്പ്. പിന്നെ ട്രാവലറിൽ കയറി കഴിഞ്ഞാൽ പറയണ്ടല്ലോ, നമ്മുടെ ട്രിപ്പ് മോഡ് ഓൺ. പിന്നെ ഡാൻസായി പാട്ടായി ഫുൾ തകർക്കൽ. ഇനി അവിടെ എത്തണ വരെ നമ്മൾ അടിച്ച് പൊളിയായിരിക്കും. പിന്നെ അടുത്ത കലാപരിപാടിയായിട്ട് നമ്മൾ അന്താക്ഷരി കളിച്ചു. പിള്ളേർ സെറ്റ് വേഴ്സസ് പാരൻസ്. ഞങ്ങൾ ചെറുതായിട്ട് ഉടായ്പായതുകൊണ്ടും പാരൻസിൻ്റെ ഒരു ലോഡ് നല്ല അടിപൊളി പഴയ ഗാനങ്ങൾ ഉണ്ടായതുകൊണ്ടും അവർ തന്നെ ജയിച്ചു. പിന്നെ ട്രിപ്പ് പോണ വഴിക്ക് ഒരു ചായയും കടി ആയില്ലെങ്കിൽ എങ്ങനെ ശരിയാവല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ട്രിപ്പിന്റെ ഇടയിൽ ഇറങ്ങി കഴിക്കണ ആ ഒരു കട്ടൻ ചായക്കും ആ കടിക്കും ആ ഉപ്പ് സോഡയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് തോന്നൂലേ? പോത്താനിക്കാട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ കേന്ദ്രം. ഇന്ത്യയിലെ ഫസ്റ്റ് വില്ലേജോ? എന്നാ പിന്നെ അത് നോക്കണമല്ലോ. ഇന്ത്യയിലെ 96% ലിറ്ററസി അച്ചീവ് ചെയ്ത ഫസ്റ്റ് വില്ലേജ് ആട്ടോ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഈ ഒരു വില്ലേജ് പോത്താനിക്കാട്. ചേട്ടന്റെ പേരെന്താ? സജി. ഇവിടെ ഞങ്ങള് 10 വർഷമായിട്ട് ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഞങ്ങള് 1 വർഷമായിട്ട് പോത്താനിക്കാട് വരുമ്പോൾ പോവാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ ചപ്പാത്ത്. അപ്പൊ അവിടെ മഴക്കാലത്ത് പോണതാണ് ഏറ്റവും അടിപൊളി എന്നാണ് ആ ചേട്ടന്മാര് പറഞ്ഞത്. അവിടുത്തെ കുറച്ച് പിക്സ് ഒക്കെ നമ്മളെ കാണിച്ചു തന്നു. അങ്ങനെ ബേക്കറി ബ്രേക്ക് കഴിഞ്ഞ് ഒരു ലോഡ് പെരക്കായിട്ട് ഇനിയിപ്പോൾ നേരെ വെള്ളച്ചാട്ടം. ആനചാടിക്കുത്ത് അഥവാ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ആക്ച്വലി 2 റൂട്ട് ഉണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് വാട്ടർഫാളിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് എത്താം, അല്ലെങ്കിൽ മറ്റേ റൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വാട്ടർഫാളിൻ്റെ ആ ഒരു അടിവാരത്ത് നമുക്ക് കുളിക്കുന്ന ആ ഒരു വാട്ടർ ബേസിനിലോട്ടായിരിക്കും എത്താം. ഞങ്ങൾ ഇന്ന് വാട്ടർഫാളിൻ്റെ താഴത്തെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന റൂട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ബിക്കോസ് അതർ റൂട്ട് എന്തൊക്കെയോ പണികൾ കാരണം പാറയൊക്കെ പൊട്ടിക്കുന്ന കാരണം ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ അറിഞ്ഞു. നമ്മുടെ സ്പോട്ട് എത്തുമ്പോൾ ഒരു വലിയ പേ ആൻഡ് പാർക്ക് ഏരിയ ഉണ്ട്. നമുക്ക് നമ്മുടെ കാറൊക്കെ അവിടെ ഇടാം. നമ്മുടെ ഇബ്രാഹിം ചേട്ടന്റെ ആട്ടോ ഈ ഒരു ഏരിയ. ഇവിടെ പാർക്കിംഗ് ഏരിയ ചേട്ടൻ ആണ്. ഇതാണ് ഇപ്പൊ പാർക്കിങ്ങിന് വണ്ടി കയറ്റിയിട്ടേച്ച് നടന്നു പോകാൻ ഏറ്റവും ഉത്തമമായ ഒരു പാർക്കിംഗ് ഇതാ. മുകളിലോട്ട് നടന്നു പോയില്ല, വണ്ടി പോയില്ല. അവിടെ പണി നടക്കണല്ലോ ഇപ്പൊ, പാറ പൊട്ടിക്കാൻ. അത് ഈ കൊണ്ടുപോകാൻ വേണ്ടി പൊട്ടിക്കുന്നതാണോ? അത് റോഡ് പണിക്ക് വേണ്ടി. വെള്ളച്ചാട്ടത്തിന്റെ വഴി നോക്കിയത് ഇബ്രാഹിം ചേട്ടന്റെ കൂടെ കേട്ടോ നമ്മൾ പോണേ. റബ്ബർ തോട്ടത്തിലേക്ക് കേട്ടോ. അത് 100 മീറ്റർ മുന്നോട്ട് നടന്നിട്ട് റൈറ്റ് ആണ് പാറ കയറേണ്ടത്. ഇവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ബോർഡില്ല, ഇവിടെ 2 സ്ഥലത്തുള്ളൂ. ഇനിയിപ്പോ ഇടയ്ക്ക് ആരും പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതിലൂടെ എവിടെ കൂടെ നടക്കും. ഇനി ഇതാ ഈ റബ്ബറും തോട്ടത്തിൽ കൂടെ ഒരു 10-15 മിനിറ്റും കൂടി നമ്മൾ നടക്കണം. അപ്പോഴാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് കയറാനുള്ള സ്പോട്ട് നമ്മൾ എത്താട്ടോ. അപ്പൊ പണ്ട് അമ്മ വീട്ടിലൊക്കെ പോകുമ്പോ കസിൻസിന്റെ കൂടെ റബ്ബറും തോട്ടമൊക്കെ കറങ്ങാൻ പോകുന്നതാട്ടോ എനിക്ക് ഓർമ്മ വന്നേ. നല്ല നട്ടുച്ചയ്ക്ക് നമ്മൾ പോയേ. പക്ഷെ ആ ടൈം ആണെങ്കിലും നല്ല തണലായിരുന്നു. ഫുൾ ഒരു പറമ്പിക്കൂടെയാണ് നമ്മൾ നടന്നു പോകണ്ടേ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറച്ച് വീടുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ക്രോസ് ചെയ്തിട്ടൊക്കെ പോകും. പിന്നെ ഒട്ടുമിക്ക ഏരിയയും ഫ്ലാറ്റ് ആയിരുന്നു നമ്മൾ നടക്കുന്നത്. പക്ഷെ എന്നാലും ചെറിയ ഇങ്ങനെ കല്ലുകളൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം പോകാൻ. എന്നാലും നല്ലൊരു കാം വാക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലത്തെത്താട്ടോ. അങ്ങനെ പറമ്പിക്കൂടെയുള്ള നടത്തം കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ ഇത് ഇങ്ങനെ ഒരു വലിയ പാറക്കെട്ട് കാണാട്ടോ. അപ്പം ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ കയറുമ്പോഴാണ് നമ്മൾ ഇനി എത്താൻ പോണേ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പോൾ ഫസ്റ്റ് കയറണം അവിടെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ കല്ലുകളൊക്കെ വെച്ച് നമുക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത ഇങ്ങനത്തെ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ എത്തൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കയറി പോകാൻ വളരെ ഈസിയാണ്. നമുക്ക് പാറ കയറി പോവണ്ട, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും ഈസി ആയിട്ട് തന്നെ കയറി പോരാം. നമുക്ക് കാണുമ്പോൾ ഒരു വലിയ ഹൈക്ക് പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഡാഡിയും മമ്മിയും പപ്പയും മമ്മിയും ഒക്കെ നല്ല പുഷ്പം പോലെ കയറിയതേ മുകളിലെത്തി.
മുകളിലേക്ക് കയറി പോകുന്തോറും നമ്മുടെ റബ്ബർ തോട്ടത്തിന് ഭംഗി കൂടി വരാട്ടോ. അവിടെ നിന്ന് ആ വ്യൂ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ കയറി ഒരു ഭാഗം എത്തുമ്പോൾ അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്നും ഭയങ്കര രസമായിരുന്നു. അവിടെ നമുക്ക് അടയും ഇങ്ങനെ നല്ല അടിപൊളി സർബത്തൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ ആ കയറി വരുമ്പോൾ അതൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ ഹൈലൈറ്റ് ആണ് അവിടെ ഒരു കുട്ടി റൂമുണ്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഡ്രസ് ചേഞ്ചിങ്ങും ചെയ്യാം. അങ്ങനത്തെ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് നല്ല കോളേജ് കുമാരികളായിട്ട് മമ്മിമാര് റെഡി മണി അവരാണ് ഫസ്റ്റ് കയറി പോണേ കേട്ടോ. പിന്നെ ഒരു 10 മീറ്റർ നമുക്ക് ഇങ്ങനത്തെ ഒരു ടെറൈൻ വരും. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളിതേ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള ആ വഴിയിലേക്ക് എത്തും. നമ്മളപ്പോഴേക്ക് നല്ല അടിപൊളി എക്സൈറ്റ്മെന്റിലാണ് എങ്ങനെയായിരിക്കും അവിടെ നിന്നൊക്കെ പോയി നോക്കി കുളിക്കാനൊക്കെ ഫുൾ റെഡി. പക്ഷെ അങ്ങനെ പോയപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി കണ്ടപ്പോൾ എനിക്ക് വിഷമമായിട്ടോ. നമ്മൾ ഏതൊരു പ്ലേസും ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നശിപ്പിക്കാതെ നോക്കണം. അങ്ങനെ ഫൈനലി നമ്മളിത് നമ്മുടെ വാട്ടർഫോൾ ആ ഒരു വാട്ടർ ബേസിനിൽ എത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും കാത്തി അവിടെ ഓൾറെഡി വെള്ളത്തിൽ സെറ്റ് ആയിട്ടോ. ഇവിടെ പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വെള്ളം ഭയങ്കര കുറവായിരുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ ഇതിലും കൂടുതൽ വെള്ളം ആ പാറകളിൽ കൂടെ ഫുൾ നമുക്ക് താഴേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുളിക്കാൻ ആവശ്യത്തിന് വെള്ളമുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മൾ കാലിടുമ്പോഴേക്കും നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഈ കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. എന്തൊരു തെളി വെള്ളമാണെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല. അടിയിൽ ഫുൾ മണലായതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുമ്പോഴും ഈ വെള്ളം ഇങ്ങനെ കലങ്ങില്ല. ഞങ്ങൾ ഈ വാട്ടർഫോൾ വിസിറ്റ് ചെയ്തത് ഡിസംബറിലാട്ടോ. അപ്പോൾ ആ ടൈമിൽ ഇത്രയൊക്കെ വെള്ളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ മഴക്കാലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ആ ഫുൾ പാറകളുമേ കൂടെ നമുക്കിങ്ങനെ ഒരുപാട് വെള്ളം താഴേക്ക് വരെയും. അപ്പോൾ കൂടുതൽ താഴ്ചയിലും വെള്ളമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ രസമാണ്. നമ്മൾ പിക്ചേഴ്സ് നോക്കുമ്പോൾ ഒരുപാട് വെള്ളം വരുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു ടൈമിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടും ആൾത്തിരക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വന്ന ടൈമിലും ഞങ്ങൾ കുളിച്ച് കയറുന്ന വരെ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുൾ പ്രൈവസിയിൽ നമുക്ക് അവിടെ സുഖിച്ച് കുളിക്കാൻ പറ്റി. ഇവിടെ ആയിരിക്കുമ്പോൾ ഏറ്റവും രസം ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ നിന്ന് കുളിക്കുമ്പോൾ തന്നെയാട്ടോ. ഭയങ്കര ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ ഫൈനലി ക്യാമറമാൻ ജോസഫും ഇറങ്ങി പയ്യെ ഇറങ്ങുവാണ് തണുത്തിട്ട്. അങ്ങനെ പപ്പേനെ നമ്മൾ ഇറക്കി. പപ്പ ഇറങ്ങിയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. നരസിംഹമായിട്ട് എഴുന്നേറ്റ് വരുന്ന പപ്പേനെയാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഫിഷ് പെഡിക്യൂർ. നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകളായിരിക്കും. അവരെപ്പോഴും നമ്മുടെ കാലുമ്പോൾ ഇങ്ങനെ കൊത്തി കൊത്തി നമുക്ക് പെഡിക്യൂർ വന്നുകൊണ്ടിരിക്കും. പിന്നുള്ളതും കൊണ്ട് ഓണം പോലെയെന്നും പറഞ്ഞ് ഞാനും കാത്തിൻ്റെ കുറേ നേരം അവിടെ നീന്തി കുളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ നീന്താൻ. പിന്നെ നമ്മളെ കുളിക്കുന്ന ഈ വാട്ടർ ബേസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വളരെ ഷാലോ ആയിട്ട് അധികം ഒട്ടും താഴ്ചയില്ലാണ്ട് തന്നെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞു വാവന്മാരൊക്കെ കൊണ്ട് വരാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് നല്ല സേഫ് ആയിട്ട് ആക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ പാറയുടെ അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്ന കേട്ടോ ഞാനും ജോസഫും. അപ്പം നമ്മൾ ഈ ഷാലോ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വലിയ പാറ കാണും. അവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. നല്ല രസമായിരുന്നു കേട്ടോ. അത് കാണാനും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അവിടെ തന്നെ ഒരു റൂം ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഇതേ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ തല ഒരു തേനീച്ച കൂടായിട്ടുണ്ട്. പിന്നെ കുളി കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ പുഴയിലും കുളത്തിലൊക്കെ ഒന്ന് കുളിച്ച് കയറി വന്ന എൻ്റെ അമ്മോ ഒട്ടുക്കത്തെ വിശപ്പായിരിക്കും. അതിനും സംഭവമുണ്ട്. നമ്മുടെ ചേട്ടൻ്റെ കടയിൽ നല്ല സൂപ്പർ കപ്പ ബിരിയാണി കിട്ടും. നല്ല ചൂട് കപ്പ ബിരിയാണിയും അച്ചാറും പിന്നെ നമ്മുടെ സർബത്തും. എനിക്കിപ്പോൾ പറയുമ്പോൾ എൻ്റെ വായിലിതേ കപ്പലോടും, ഏതോ ഒരു പരസ്യത്തിൽ പറയുന്ന പോലെ. അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മുടെ 3-ാം ട്രിപ്പ് ഇതേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ബാക്കി ട്രിപ്പും വിശേഷങ്ങളൊക്കെ അറിയാൻ സബ്സ്ക്രൈബ് ടു കൊച്ചു കൊച്ചു നോർവേ. ഹാ ദേ.